നമ്മൾ കമ്പനിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് രാമക്കൽമേടാണ് നമ്മുടെ ലക്ഷ്യം. അതൊരു നോക്കാം. ഓട്ടോച്ചേട്ടന്മാർ വരുന്നുണ്ട്, അത് ചോദിക്കാം. രാമക്കൽമേട് പോകാനാണ് 7 മിനിറ്റ് ലക്ഷ്യമാണ്. അതെ അതെ ചേട്ടാ. ഡിസ്ട്രിക്ട് 28 സ്റ്റേറ്റ്. നിങ്ങൾ എവിടെ നിന്നായിരുന്നു? ഞാൻ കോട്ടയത്തിൽ. യാത്ര ഈ ഹൈറേഞ്ച് കയറുന്ന ഒരു കുഴപ്പമില്ല. പത്തനംതിട്ട മുഴുവൻ ശബരിമല എല്ലാം ചവിട്ടി കയറി വന്നതല്ലേ. ഞാൻ 5 ജില്ല കഴിഞ്ഞു, 5ാമത്തെ ജില്ല, തെക്കൻ ജില്ല മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ കമ്പംമേട്ടി വന്നപ്പോഴത്തെ നമ്മുടെ അഭ്യുദയകാംക്ഷികളെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി. മനോരമയിലായിരിക്കും, ന്യൂസിൽ. ഞാൻ ഒക്ടോബർ 11 ഇറങ്ങി. 26 ദിവസം മഴ ഉണ്ട്. 4 ദിവസമായിട്ട് മഴ അവിടെ കുറ്റിടി കിടക്കുക. അതെ അതെ അതെ. കണ്ടായിരുന്നേ, എനിക്കത് കണ്ടായിരുന്നു. കുറെ ചാനലുകൾ എടുത്തിട്ടുണ്ട്. കണ്ടായിരിക്കണേ ടെന്റ് പിരിക്കുന്നൊക്കെ. ഞാൻ ഒക്ടോബർ 11 ഇറങ്ങിയതാ. പക്ഷേ 26 ദിവസത്തോളം മഴ ഉണ്ട്. ഇപ്പൊ 4 ദിവസമായിട്ട് കുറ്റിടി കിടക്കുകയായിരുന്നു. ബുധനാഴ്ച അവിടെ വന്നതാ. പള്ളിയിൽ ഓടിച്ചേർത്തി കിടക്കുകയായിരുന്നു. അടി പതറുകയാണ്. എന്നാലും തള്ളത്തോട്ട് വെക്കാം. നാരങ്ങാവെള്ളം മതി, ഉപ്പിട്ട് മതിയേ. ഉപ്പ് മതി. ഞാൻ 2 പേരുടെ എടുക്കുന്നുള്ളൂ. ആൾക്കാരാട്ടോ. അപ്പത്തേ നമ്മള് കമ്പംമേട്ടി വന്നപ്പോഴത്തേക്കും എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിൽക്കണം, അവിടുന്ന് ഇങ്ങോട്ട് എടുക്കണം. മറ്റേ വെയിൽ ഇവിടുന്ന് തന്നെ എടുക്കണം. അതന്നെ പറഞ്ഞ ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. എന്റെ കൂടെ നിൽക്കാം, നല്ല 4 പേർക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് വാ. ഇവിടെ വാടാ, അവരെന്നാ സംഭവം ചോദിക്കുന്നു. ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞേക്ക്. അപ്പത്തെ ഫോട്ടോ സെഷനിലാണ് ഞങ്ങള്. ഫോട്ടോഷൂട്ടാണ്. പങ്കരയുടെ കൂട്ടുകാരുണ്ട്, അതുവഴി പോന്നു. വെടി കൂടെ പോകുന്നവർ എടുക്കുന്നുണ്ട്. എന്നാ സംഭവം അറിയത്തില്ല, എല്ലാരും വന്ന് എടുക്കുന്നുണ്ടോ ഫോട്ടോ. ഞാനുണ്ട്.
അപ്പത്തെ കമ്പംമേട്ടിലെ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തെ ജംഗ്ഷനിൽ വീണ്ടും സുഹൃത്തുക്കളെ എല്ലാവരെയും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പത്തെ ഓട്ടോ തൊഴിലാളികളും അല്ലാത്ത സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. അപ്പത്തെ കുഞ്ഞിതേ ഇത് കണ്ടോ, ആൾക്കാരുടെ എല്ലാം കൈ കയറിയിരിക്കുക. അവരുടെ സ്ഥിരം പരിപാടി. ആരേലും എടുത്തില്ലല്ലോ അവർക്ക് സങ്കടം. എന്നാ ശരി, മതിയോ, നീങ്ങിക്കോട്ടെ. കണ്ടത് ഈ സന്തോഷം. ഓക്കെ, ഇനി തന്നെ കയറിയിരുന്നോ. അപ്പൊ ശരി, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളെ കോട്ടയം വണ്ടി കിടപ്പുണ്ട്. കുമളി, മുണ്ടക്കയം, പൊൻകുന്നം, കമ്പംമെട്ട് കേട്ടോ, നാട്ടുകാരൻ കേട്ടോ, കോട്ടയംകാരോ. അപ്പത്തെ ചവിട്ടി പിടിച്ച് നമ്മൾ ചെക്ക് പോസ്റ്റ് കാണാനാണ്. ആദ്യം ചെക്ക് പോസ്റ്റ് കമ്പംമെട്ട്. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ പിടിക്കണ്ട. ചേട്ടാ, രാമക്കൽമേടിന് എങ്ങോട്ടാ പോകണ്ടേ? രാമക്കൽമേട് എടുത്തോട്ടെ. കമ്പംമെട്ട് പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഈ രാമക്കൽമേട്ടിലോട്ട് കയറുകയാണ്. തള്ളടാ തള്ളു. ഇപ്പോഴിതാ അകാരണമായി 5ാം തവണയും വൈദ്യുതി ചാർജ് കൂട്ടിയ പിണറായി സർക്കാരിന്റെ ജനവഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സമര പരിപാടികളുടെ ഭാഗമായി നാളെ രാവിലെ 10:30 ഇതാണ് ചെക്ക് പോസ്റ്റ്. നമ്മുടെ ഈ ബിവറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കടന്നു പോവുകയാണ്. ഒപ്പത്തെ വീണ്ടും നമ്മുടെ മലബാർ സഭയുടെ ഒരു പള്ളിയും കൂടി കണ്ടിരിക്കുകയാണ്. നമ്മൾ പുച്ചടിപ്പള്ളിയിലാണ് കിടന്നത്. കാഞ്ഞിരപ്പള്ളി രൂപയുടെ മറ്റൊരു പള്ളിയും കൂടി കണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു പള്ളി. അപ്പോൾ പള്ളിയൊക്കെ കണ്ട് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. ഇത് ഇവിടുത്തെ കോൺവെൻ്റാണ്, SS കോൺവെൻറ്റ്, കോൺവെൻറ്റ്. ഓരോ മേടുകളായിട്ട്, മേട് എന്ന് പറഞ്ഞാൽ മല എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ മേടുകളായിട്ട് നമ്മൾ കയറി ഇറങ്ങി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. നിന്നുള്ള ആൾക്കാരായിരുന്നു. ഏൽപ്പൈ വലിച്ചു വന്ന പുതുപ്പള്ളി ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. അവർ രാമക്കൽമേട് പോവുകയാണ്. അപ്പോൾ അവർ കണ്ടു, സന്തോഷം പങ്കിട്ടു. അവർ മുമ്പോട്ട് പോയി, നമ്മൾ പുറകെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ 5-6 പ്രാവശ്യമായിട്ട് നമ്മൾ കോട്ടയംകാരെ കാണുന്നുണ്ട്. നാട്ടുകാരെ കാണുമ്പോൾ ഒരു സന്തോഷം വേറെയാണ്. ഹായ്, അത് ഇവിടെ വന്നപ്പം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഇത് കട്ടേക്കാനം. കട്ടേക്കാനത്ത് വന്നപ്പം ചേട്ടനെയും ചേച്ചീനെയൊക്കെ കണ്ടു.
അപ്പോൾ അവരൊക്കെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യമൊക്കെ ചോദിച്ചു, എന്നാ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ശരി. ആ മോൻ്റെ പേരെന്നാ? വൈദേവ്. ആ അപ്പോൾ ശരി, ഞാൻ നീങ്ങിക്കോട്ടെ. ഇച്ച തെളിച്ചോണ്ട് മേളിൽ കയറുമ്പോഴേ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു അവിടെ തെളിഞ്ഞത്. എന്നാലും ഞാൻ 3 ദിവസമായിട്ട് ഞാൻ പുത്തടി കിടക്കുമായിരുന്നു. പുത്തടി പള്ളിയിൽ അവിടെ ബുധനാഴ്ച വന്നതാ. തെളിച്ചമുണ്ട്. ഇതിലേ കയറി നേരെ കാറ്റാടിപ്പാടം കയറി. ആ കാറ്റാടിപ്പാടം കയറുക. അത് കുഴപ്പമില്ല. കയറ്റമൊന്നും നമ്മുടെ വാഗമണ്ണിന്റെ കയറ്റത്തോളം ഒരു കയറ്റം ഇല്ലല്ലോ. ഇനി മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറക്കമാണല്ലോ മൊത്തം. പിന്നെ തിരിച്ചു കൊള്ളുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ആനയുള്ള ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശ്നമുള്ളൂ. ആ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകാരോട് വല്ലതും ചോദിക്കാം. കടത്തി വിടുന്നുണ്ടോ? മെയിൻ റോഡിൽ കൂടെ നമ്മള് മെയിൻ റോഡിലാണ് വരുന്നത്. അതെ, അവന് അരിക്കൊമ്പനല്ല മറ്റവൻ ചക്കക്കൊമ്പൻ. നോക്കിപ്പോ, അല്ലെങ്കിൽ ആനയുടെ കഴിച്ചുള്ള ഒരു താങ്ങ് കൊടുത്തേക്കാം. ആയിക്കോട്ടെ എന്നാ. ഓക്കെ. അപ്പം നമ്മളിവിടെ ഒക്കെ കഴിഞ്ഞ് അടുത്ത ഏരിയയിലോട്ട് പോയി. എടി പറ്റിയൊക്കെ പോയടി, നീ ക്ഷണിക്കാതെ. നമുക്കിനൊരു 3 കിലോമീറ്റർ പോയാൽ രാമക്കൽമേടെത്താം. അതിനു മുമ്പ് ഒരു വ്യൂ പോയിന്റ് കാണിക്കാം. വളരെ മനോഹരമായൊരു വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണാം. ആ ഏരിയയിൽ നിന്നാണ് ഞാനിങ്ങോട്ട് കയറി വന്നത്. ആ തെങ്ങൊക്കെ നിൽക്കുന്നത് ഓരോ ഗ്രാമപ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആ ഒറ്റ ഇത് നിൽക്കുന്നില്ലേ, ആ ഒറ്റ ടവർ, അവിടെ നിന്നാണ് ഞാനിങ്ങോട്ട് വന്നത്. ആ ഇറങ്ങി ഈ വലിയ കയറ്റം കയറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാറ്റാടിപ്പാടത്തോട്ട് ചവിട്ടുവാണ്. കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാമക്കൽമേട്ടിലെത്താം. രാമക്കൽമേടാണ്. ഹായ്. അപ്പോൾ നമ്മൾ ചവിട്ടി ഇറങ്ങുകയാണ്. ഈ കയറിയത്രയും കയറ്റം നമുക്ക് ചവിട്ടി ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ നമ്മളെ ഹായ് പറഞ്ഞ് പോയിട്ടുണ്ട്. അവരുടെ പുറകെ നമുക്കും അങ്ങനെയല്ല. ഇടയ്ക്ക് വെച്ചൊന്ന് കാറ്റടിക്കുന്നു തോന്നുന്നു, കാരണം നീങ്ങാൻ ഇച്ചിരി മടുപ്പ് തോന്നുന്നുണ്ട്. ഏതായാലും നമ്മുടെ യാത്ര വലിയ കുഴപ്പമില്ലാതെ, രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട്. 4 ദിവസത്തെ മഴയുടെ ആ ബുദ്ധിമുട്ടങ്ങ് മാറി. ബുധനാഴ്ച രാത്രി തുടങ്ങിയ മഴയാണ്. നമുക്ക് അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. വന്നിരുന്നാലും ഇതുപോലെ ഒന്നും സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ വെയിലുള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലായിടവും കാണാൻ പറ്റുന്നത്. അപ്പോഴത്തെ നമ്മൾ പതിയത്തെ കാറ്റാടി ഒക്കെ കാണാൻ തുടങ്ങി. മുമ്പിലൊരു കാറ്റാടി കറങ്ങുന്നത് കാണാം. വലിയ കാറ്റൊന്നുമില്ല, എങ്കിലും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാറ്റാടി നമ്മൾ കണ്ടു. ഇനി അങ്ങോട്ട് കാറ്റാടി പാടമാണ്. തമിഴ്നാട്ടിൽ കാണുന്ന പോലെയുള്ള കാറ്റാടിപ്പാടങ്ങളൊന്നുമില്ല, എങ്കിലും കേരളത്തിലെ ഒരു കാറ്റാടിപ്പാടം, അത്രയേ ഉള്ളൂ. നമ്മൾ കന്യാകുമാരി ജില്ലയിലൊക്കെ പോയി ഇഷ്ടം പോലെ കാറ്റാടി കണ്ടതാണ്. നമുക്ക് മുമ്പോട്ട് പോവാം. അകലെയും അടുത്തുമൊക്കെ ആയിട്ട് കാറ്റാടികൾ കാണുന്നുണ്ട്. വേണ്ട, അതാണ് കാറ്റാടിപ്പാടം. അല്ല, കാറ്റാടി കറങ്ങുന്നുണ്ട്. കാറ്റാടി കറങ്ങുന്ന കണ്ട കണ്ട. രാമക്കൽമേട് ഇനി എന്തരം ഉണ്ട്? അത്രേ ഉള്ളു അല്ലേ? ഈ ഏരിയ ഇപ്പോൾ എന്നാ കാണാനുള്ള? ആ കാറ്റാടി മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങോട്ട് പോയാൽ ഇതിലും കൂടുതലില്ലേ?
ചുമ്മാ ഒരു യാത്ര. കേരള ടു കാശ്മീർ. കാശ്മീർ 14 ഇവിടുന്ന് പോകണം. ആ, ഇപ്പം 5ാമത്തെ ജില്ലയിൽ. ആ, 14 ജില്ലയും കഴിഞ്ഞാൽ പോകുന്നു. അപ്പോഴത്തെ ഇതാണ് പ്രശസ്തമായ ബാലംപിള്ള സിറ്റി. അപ്പം നമ്മൾ ചവിട്ടിത്തിരിഞ്ഞ് ബാലംപിള്ള സിറ്റിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ ബാലംപിള്ള സിറ്റി എന്ന്. ആ ബാലംപിള്ള സിറ്റിയാണിത്. ഇപ്പോൾ രാമക്കൽമേട് പോകുന്ന വഴിക്കാണ് നമ്മൾ ബാലംപിള്ള സിറ്റിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു 3 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ രാമക്കൽമേട്. അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിനുള്ള റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാലംപിള്ള സിറ്റിയിൽ നിന്ന് നേരെ രാമക്കൽമേട്. അപ്പം ശരി, ഇതേ ബാലംപിള്ള സിറ്റി എന്ന് പേരേ ഉള്ളൂ. രാമക്കൽമേടാണിത്. ബാലംപിള്ള സിറ്റി ജംഗ്ഷൻ്റെ മാത്രം പേരാണ്. ഫുള്ള് പറയുമ്പോഴത്തേനും രാമക്കൽമേട് തന്നെയാണ്. ഇത് കണ്ടോ, ഇതാണ് സെക്രട്ടേറിയറ്റ് സ്കൂള്. പോസ്റ്റ് ഓഫീസ് ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പുറകിൽ കാണുന്നതാണ്. ഇത് പഞ്ചായത്ത് സ്റ്റേഡിയം. അങ്ങനെ രാമക്കൽമേടിൻ്റെ എല്ലാം ഈ ബാലംപിള്ള സിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ചേട്ടായിമാരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ശരി, ആരും എഡിറ്റ് ചെയ്ത് കളയല. നിങ്ങളൊക്കെയാണ് നമ്മുടെ ജീവൻ, എനർജി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ലൈബ്രറിയാണ്. ആ, അത് ശരി. സെക്രട്ടറി, ജീവാത്മാവും പരമാത്മാവും. ചുമ്മാ ഒരു യാത്ര, ഇന്ത്യ കാണാനൊരു യാത്ര. സ്റ്റേറ്റ് ആയില്ല, നമ്മളെ 14 ജില്ലകളും കവർ ചെയ്തിട്ടേ പോകത്തുള്ളൂ. 2 മാസമേ ആയുള്ളൂ. 5ാമത്തെ ജില്ലയാണ്. തെക്കൻ ജില്ലകൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ്, സമുദ്രനിരപ്പിൽ താഴ്ന്നു കിടക്കുന്ന നമ്മുടെ അപ്പർ കുട്ടനാട് കോട്ടയത്ത് തന്നെ ഉണ്ട്. അപ്പോൾ കൊമരകത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ആലപ്പുഴ കറങ്ങി, തീരദേശ മേഖല കറങ്ങി, പാറശാല പോയി, മലയോര മേഖലയിലൂടെ ഇങ്ങോട്ട് വരുവാണ്. ഇനി എറണാകുളം. ഓക്കെ, ഇത് നമ്മുടെ കൂട്ടുകാരി, നമ്മുടെ സ്വന്തം കുഞ്ഞി. അപ്പോൾ ശരി, വെയിലുള്ളപ്പോൾ ഇച്ചിരി തമിഴ്നാട് കണ്ടിട്ട് വരാം. അപ്പത്തെ ബാലംപിള്ള സിറ്റിയിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. വലത്തോട്ട് പിടിച്ച് കോൽക്കത്ത് പിടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പത്തെ ബാലംപിള്ള സിറ്റിയിൽ ബിനുചേട്ടനും കൂട്ടുകാരും എല്ലാവരും കൂടെ നിൽപ്പുണ്ട്. ഇവരെല്ലാം ഇവിടുത്തെ ഓഫ് റോഡ് ഡ്രൈവേഴ്സാണ്. രാമക്കൽമേട്ടിലോട്ടും ഇതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലോട്ടെല്ലാം ഓഫ് റോഡ് ജീപ്പുകൾ ഓടിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ബാലംപിള്ള സിറ്റിയിലോ രാമക്കൽമേട്ടിലോ വന്നിട്ട് നിങ്ങൾക്ക് ഓഫ് റോഡ് വണ്ടി കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇവിടുന്ന് ഉണ്ടായില്ല. അതിന് ഇവർ ഗ്യാരണ്ടിയാണ്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ശരി, എൻ്റെ യാത്ര തുടരുകയാണ്. ഇനി രാമക്കൽമേട്ടിലോട്ട് ഏകദേശം 3-4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവരുടെ സഹായത്തോടെ ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ശരി ചേട്ടാ, ഓക്കെ, കാണാം. അപ്പോൾ ഇവിടെ ക്ലബ്ബുണ്ട് കേട്ടോ. വായനശാലയോടനുബന്ധിച്ചുള്ള ക്ലബ്ബിൽ ഞായറാഴ്ച എല്ലാവരും തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കളികളൊക്കെ നടക്കുകയാണ്. ചെസ്സാണോ ഗ്യാരക്സ് ആണോ എന്നാണെന്നൊന്നും അറിയില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇവിടെ എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പതിയെ യാത്ര തുടരുകയാണ്.
നിങ്ങൾ മധുരയല്ലേ? മധുര. അപ്പൊ മധുരന്ന് വന്നിരിക്കുന്ന രാമക്കൽമേട് ഗ്രൂപ്പാണ്. 15th December എല്ലാമേ ഫ്രണ്ട്സ് ആണ്. 2024. അപ്പൊ ഇവര് Now in Ramakalmedu, this person is Marimuthu and Krishnamurthy and Muthu Krishnan. Always welcome. Happy Jani. Jopan. இது வந்து வீடியோ எடுத்துட்டு எத்தனை நாளாச்சு ஆரம்பிச்சு? ആരംഭിച്ച് 2 മാസമായി. 2 മാസം ആச்சு. കേരളാവിലെ 2 മാസം വിത്തുറാരാ? 14 ഡിസ്ട്രിക്ട് 5 ജില്ല കഴിഞ്ഞു. ഈ മഴയല്ലേ 24 ദിവസം മഴ ഉണ്ട്. 4 ദിവസമായിട്ട് ഇപ്പൊ 24 26 ദിവസം മഴ. ഇപ്പൊ 4 ദിവസം അടുപ്പിച്ച് മഴയല്ലേ. ബുധനാഴ്ച വന്ന് പുറ്റടി പെട്ടതാ. പുറ്റടി 28 26 கொண்டு வரீங்க? 8 വയസ്സാണ് നമ്മുടെ കൂടെ ഇരുന്നത്. நல்ல ஹை ஸ்பீட்ல 70-80 ஸ்பீட்ல போகலாம். அப்படியா? ஆனா நார்மல் பெடல்ல. நார்மல் பெடல்ல நல்லா இருக்கு. யூடியூபுக்கு டெய்லி அனுப்பிடுவீங்களா? ஆமாங்க. இப்போ ஏதோ அனுப்புனா காமிங்க, அனுப்புங்க. என்ன எந்த பேர்ல இருக்கு? ജോപ്പന്റെ യാത്ര. പിന്നാടി ഇറങ്ങി നെടുങ്കണ്ടം പോയിട്ട് അതുവഴി മൂന്നാർ, അതുവഴി മൂന്നാർ ഇതൊക്കെ മൂന്നാർ എന്നിട്ട് പിന്നെ ആ റൂട്ട് പിടിക്കും. ആ റൂട്ട് നേരെ എറണാകുളം. അരൂര് വരെ പിടിക്കണം കേട്ടോ. അരൂര് അങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ട് ഇനിയില്ല, ഇനി അങ്ങോട്ടില്ല. ഇനി നേരെ ഫോർട്ട് കൊച്ചി അങ്ങനെ പോയി തൃശ്ശൂർ പോണെങ്കിൽ എന്താണ് കുണ്ടന്നൂർ വരണ്ടേ? അങ്ങനെ പോകത്തുള്ളൂ. ഫോർട്ട് കൊച്ചി നമ്മൾ ഷോർട്ടേ കയറത്തുള്ളൂ, സിറ്റിക്കകത്ത് കയറാതെയുള്ള പട്ടിപ്പളി വഴിയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 2 മാസവും 4 ദിവസമായി. ആണോ? ആ അല്ലല്ല, ചവിട്ടടാ ചവിട്ട്, തള്ളടാ തള്ളു. ഓ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്തങ്ങ് പോവല്ലോ. എന്ത് പ്രശ്നം? 2 പ്രാവശ്യം ടയർ ബാക്കും പോയി ഫ്രണ്ടും പോയി, രണ്ടിന്റെയും ട്യൂബ് മാറ്റി. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ശരി, അതിന് പിക്നിക് എന്നാ പറയുന്നത്. നമ്മളായി ടൂർ എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്നത്. വൺ ഡേ ടൂർ എന്നുള്ളൊരു ടൂറില്ല. മിനിമം 3 ദിവസം ഉണ്ടെങ്കിലേ അത് ടൂർ ആകത്തുള്ളൂ. പിന്നെ ഇവിടെ അവിടുന്ന് ഇപ്പൊ അരൂന്ന് ഇവിടെ ആ അതെ. അപ്പൊ ഓക്കെ ഓക്കെ, സീ യു. ഓക്കെ.